ഹലോ നമസ്കാരം. പവർ പോയിന്റ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ നാലാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് സ്ലൈഡ് ഷോ എന്ന ടാബിനെ കുറിച്ചാണ്. അതായത് ഒരു സ്ലൈഡ് ഷോ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും സ്ലൈഡ് ഷോ എന്ന ടാബിൽ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലെ മെയിനായിട്ടുള്ള ടൂൾ, അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ വരുന്നതാണ് ഫ്രം ബിഗിനിങ്. ഇതിൻ്റെ ടൂള് ഈ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഫ്രം ബിഗിനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, തുടക്കം മുതലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. തുടക്കം മുതലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. എന്നാൽ ഇവിടെ വന്ന് നമ്മൾ ഫ്രം കറൻറ്റ് സ്ലൈഡാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഏത് സ്ലൈഡാണോ നമ്മൾ സെലക്ട് ചെയ്തത് അവിടുന്ന് തൊട്ടിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ ഫ്രം ബിഗിനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് തുടക്കം മുതലും, ഫ്രം കറൻറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഏത് സ്ലൈഡാണോ നമ്മൾ സെലക്ട് ചെയ്തത് അവിടുന്ന് തൊട്ടിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. സെറ്റപ്പ് കസ്റ്റം സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ മൊത്തം 14 സ്ലൈഡുകളുണ്ട്. ഇതിൽ നമുക്ക് വേണ്ട സ്ലൈഡുകൾ മാത്രം നമുക്ക് പ്രസൻറ്റേഷനായിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റം സ്ലൈഡ് ഷോ ഉപയോഗിക്കുന്നത്. എല്ലാ സ്ലൈഡൊന്നും ഉപയോഗിക്കാതെ നമുക്ക് തിരഞ്ഞെടുത്ത സ്ലൈഡുകൾ മാത്രം ഉപയോഗിച്ചിട്ട് ഒരു പ്രസൻറ്റേഷനായിട്ട് തയ്യാറാക്കാനാണ് കസ്റ്റം സ്ലൈഡ് ഷോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റം സ്ലൈഡ് ഷോയിൽ പോവുക. എന്നിട്ട് ഇവിടെ വന്ന് കസ്റ്റം സ്ലൈഡ് ഷോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്ന് ന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നിലവിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്ലൈഡുകളും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതിൽ ഏത് സ്ലൈഡാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ആഡ് ചെയ്യുന്ന സ്ലൈഡുകളായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, പ്രസൻറ്റ് ചെയ്ത് വരിക. അപ്പോൾ നമുക്കിതിലേക്ക് എത്ര എണ്ണം വേണോ അതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സ്ഥാനങ്ങളോ റിമൂവോ അതല്ലെങ്കിൽ ഇപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, താഴോട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇത് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ അപ്പ് മുകളിലോട്ട് കൊടുക്കാം. അങ്ങനെ നമുക്കിതിന്ന് വേണ്ട സ്ലൈഡുകൾ മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് ഓക്കെ അമർത്തിയിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് ഷോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെ സ്ലൈഡുകളാണോ സെലക്ട് ചെയ്തത് ആ സ്ലൈഡുകൾ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ പ്രസൻറ്റ് ചെയ്ത് വരിക. അങ്ങനെ എത്ര കസ്റ്റം സ്ലൈഡ് ഷോ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് സെറ്റപ്പ് സ്ലൈഡ്. സെറ്റപ്പ് സ്ലൈഡിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഇവിടെ നമുക്ക് 3 എണ്ണമാണ് വരുന്നത്. ഇതിൽ ഓൾ ആണ് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളത്തെ എല്ലാ സ്ലൈഡുകളും നമുക്ക് എന്ത് ചെയ്യും, പ്രസൻറ്റ് ചെയ്ത് വരും. അതല്ല ഫ്രം എന്ന് കൊടുക്കണമെങ്കിൽ ഇത്ര മുതൽ ഇത്ര വരെ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ സ്ലൈഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രസൻറ്റ് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിവിടെ ഒന്ന് 5 സെലക്ട് ചെയ്തു, എന്നിട്ട് ഇവിടുന്ന് 14 കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 5ാമത്തെ സ്ലൈഡ് മുതൽ 14ാമത്തെ സ്ലൈഡ് വരെ ആയിരിക്കും നമുക്ക് പ്രസൻറ്റ് ചെയ്ത് വരിക. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിരുന്ന കസ്റ്റം സ്ലൈഡ് ഷോ വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ കസ്റ്റം സ്ലൈഡ് ഷോ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാനുവലി എന്ന് പറഞ്ഞാൽ നമ്മൾ കീബോർഡിൽ ഇങ്ങനെ സ്പേസ് അമർത്തുമ്പോഴാണ് വരുന്നത്. അതിന് പകരം നമുക്കിവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, യൂസ് ടൈമിംഗ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സമയത്തിനനുസരിച്ച് പ്രസൻറ്റ് ചെയ്ത് വരും. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ലൂപ്പ് കണ്ടിന്യൂസ്ലി അണ്ടിൽ എസ്കേപ്പ്, അതായത് എപ്പോഴാണോ നമ്മൾ എസ്കേപ്പ് കീ അമർത്തുന്നത് അതുവരെ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പ്ലേ ചെയ്ത് വരും. എപ്പോഴാണോ നമ്മൾ എസ്കേപ്പ് കീ അമർത്തുന്നത് അതുവരെ അതങ്ങനെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് വരും. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റപ്പ് സ്ലൈഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഹൈഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്ലൈഡ് നമുക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്താൽ ആ സ്ലൈഡ് മാത്രം നമുക്ക് എന്ത് ചെയ്യില്ല, പ്രസൻറ്റ് ചെയ്യിക്കുമ്പോൾ വരില്ല. ഇപ്പോൾ 1ാമത്തെ സ്ലൈഡ് വന്നു, 2ാമത്തെ സ്ലൈഡ് നമ്മൾ ഇതിൽ കൊടുത്ത 2ാമത്തെ സ്ലൈഡ് മാത്രം, അതായത് നമ്മൾ ഹൈഡ് ചെയ്തത് മാത്രം നമുക്ക് എന്ത് ചെയ്യില്ല, വാട്ട് ഈസ് ജാങ്കോ എന്നുള്ള ഭാഗം മാത്രം നമുക്ക് എന്ത് ചെയ്യില്ല, ഇവിടെ പ്രസൻറ്റ് ചെയ്ത് വരില്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്ലൈഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാനും അത് തിരിച്ചു കൊണ്ടുവരാനുമാണ് ഹൈഡും അൺഹൈഡും യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് റിഹേഴ്സ് ടൈമിംഗ്. അതായത് ഇത് പ്ലേ ചെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്കിതൊന്ന് റിഹേഴ്സൽ നോക്കാം. ഓരോ സ്ലൈഡും എത്ര സമയം നമുക്ക് സ്ക്രീനിൽ നിൽക്കണം, എത്ര സമയമാണ് അത് പ്ലേ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലാക്കിയെടുക്കാനും അതെങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനും വേണ്ടിയിട്ടാണ് റിഹേഴ്സ് ടൈമിംഗ് ഉപയോഗിക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ സ്ലൈഡിനും എത്ര സമയം എടുക്കേണ്ടതെന്നുള്ളത് നമുക്കിവിടെ കാണിക്കും. ഓരോ സ്ലൈഡും പ്ലേ ചെയ്യാൻ എത്രത്തോളം സമയം എടുക്കേണ്ടതെന്നുള്ളത് നമുക്കിവിടുന്ന് തീരുമാനിക്കാം. അങ്ങനെ ഓരോ സ്ലൈഡിനും നമുക്ക് ഓരോ സ്പെസിഫിക് ആയിട്ട് എത്ര സമയം വേണമെന്നും ടോട്ടൽ ഈ സ്ലൈഡ് പ്രസൻറ്റ് ചെയ്യാൻ എത്ര സമയം എടുത്തു എന്നുള്ളതും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്തു വരും. ഇനി നമുക്കിത് പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ആ കൊടുത്ത സമയത്തിനനുസരിച്ചായിരിക്കും പ്രസൻറ്റ് ചെയ്ത് വരിക. ഓരോന്നും എത്ര സമയം വേണോ നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഒന്നുകൂടി ഞാനിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നേരത്തെ ഞാൻ ഓൾറെഡി കുറച്ച് സമയം കൊടുത്തിരുന്നു, അത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്ലിയർ ചെയ്യാം.
ക്ലിയർ ആൾ ടൈം ഒന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി ഇത് റെക്കോർഡ് ചെയ്യാം. ഓരോ സ്ലൈഡും എത്ര സമയം പ്ലേ ചെയ്യണം എന്നുള്ളത് റെക്കോർഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ടൈമിങ്ങിൽ എത്രയാണോ നമ്മൾ കൊടുത്ത് ഇത് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യണം, ഈ യൂസ് ടൈമിംഗ് എന്നുള്ള ഓപ്ഷന് ആക്റ്റീവ് ആക്കണം. അപ്പോൾ അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളൊന്ന് റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്തിരുന്ന സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യും, ഇത് പ്രസൻറ്റ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ഓരോ സ്ലൈഡും എത്ര സമയം പ്ലേ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും അത് നമുക്ക് മുന്നേ കൂട്ടി ഒന്ന് പ്ലേ ചെയ്ത് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, റിഹേഴ്സ് ടൈമിംഗ് ഉപയോഗിക്കുന്നത്. പിന്നെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമുക്കിത് പ്ലേ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മളെ സ്ക്രീന് നമ്മളെ ഫേസ് ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ അടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, റെക്കോർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്യാമറ ഓൺ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ക്യാമറ ഓൺ ആക്കാം, ഓഫ് ആക്കാം. ഞാനിവിടെ ക്യാമറ ഇപ്പോൾ തൽക്കാലം ഓണാക്കി കൊടുക്കണില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് ഓണാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഓരോ സ്ലൈഡിലും എന്താണ് നമുക്ക് പറയേണ്ടതെന്നും അടുത്ത സ്ലൈഡിൽ എന്താണ് നമുക്ക് വേണ്ടത് അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഓരോന്നോരോന്ന് പറയാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ കൊടുത്ത സ്ക്രീനിൻ്റെ നമ്മൾ ആ കൊടുത്ത റെക്കോർഡ്സുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്യാമറ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതുകൂടി നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനാണ് റെക്കോർഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്ലേ നരേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ അനിമേഷന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. യൂസർ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ റിഹേഴ്സലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ സമയത്തിനനുസരിച്ച് നമുക്കിത് പ്ലേ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് യൂസർ ടൈമിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആ കൊടുത്ത സമയത്തിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക, ഇത് പ്ലേ ചെയ്ത് വരിക. അതിന് ഇവിടെ വന്ന് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. ഷോ മീഡിയ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാനിതിലേക്കൊരു വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്. പുതിയൊരു സ്ലൈഡ് ഞാനിവിടെ വന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് ഞാനൊരു വീഡിയോ ആഡ് ചെയ്യാണ്. പിക്ചർ ഇൻസേർട്ട് വീഡിയോയിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ നിലവിലുള്ള ഒരു വീഡിയോ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഡാറ്റ ഓക്കെ. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നൊരു വീഡിയോ, ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ആഡ് ചെയ്തു. ഇതിൻ്റെ നേരെ താഴെ നമുക്ക് ഇവിടെ കാണുന്ന ഈ ബാറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോ മീഡിയ കൺട്രോളർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ പ്ലേ ചെയ്യണമെങ്കിൽ ഫ്രം കറണ്ട് സ്ലൈഡ് പ്ലേ ചെയ്യണമെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ മുകളിൽ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ ആ മീഡിയ ബാർ നമുക്കിവിടെ കാണുന്നുണ്ട്. ഇനി ഇവിടെ അൺടിക്ക് ചെയ്തിട്ടാണ് നമ്മളിത് പ്ലേ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഇതിൻ്റെ താഴെ ആ മീഡിയ ബാർ കാണില്ല. അപ്പോൾ ആ മീഡിയ ബാർ കൊണ്ടുവരാനും അതേപോലെ തന്നെ അത് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഷോ മീഡിയ കൺട്രോളർ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് പ്രസൻറ്റ് ചെയ്യിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, എഫക്റ്റ് ചെയ്ത് വരൂ. നമുക്ക് ഇവിടെ ഏത് സമയവും നമുക്ക് എന്ത് ചെയ്യും, ആ മീഡിയ ബാർ ഡിസ്പ്ലേ ചെയ്ത് വരും. പിന്നെ യൂസ് പ്രസൻറ്റർ വ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഫുൾ സ്ക്രീനിലൊക്കെ നമ്മളിത് പ്രസൻറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൽ ഈ കാണുന്ന രൂപത്തിൽ സ്ക്രീന് കാണും. പക്ഷേ നമ്മൾ ഇത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്ന സ്ക്രീനിൽ നമുക്ക് ഈ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ മാത്രമേ ഡിസ്പ്ലേ ചെയ്ത് വരൂ. ഈ ടൂളുകളൊന്നും നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്ത് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പ്രസൻറ്റർ വ്യൂ മോണിറ്റർ എന്നുള്ള ഓപ്ഷന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്ലൈഡ് ഷോയിലുള്ള കാര്യങ്ങൾ ഫ്രം ബിഗിനിങ്, ഫ്രം കറൻറ്റ് സ്ലൈഡ്, കസ്റ്റം സ്ലൈഡ്, സെറ്റപ്പ് സ്ലൈഡ്, ഹൈഡ്, റിഹേഴ്സ് ടൈമിംഗ്, റെക്കോർഡ്, അതേപോലെ തന്നെ ഷോ മീഡിയ കൺട്രോളർ, യൂസ് പ്രസൻറ്റർ വ്യൂ. ഇത്രയും കാര്യങ്ങൾ ഒരു സ്ലൈഡ് ഷോ പ്രസൻറ്റ് ചെയ്യിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.